ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള പി എസ് സിയുടെ അക്കൗണ്ടന്റ് ഇൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്കുള്ള ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കാണ്. അപ്പോൾ മാനേജീരിയൽ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ സെക്ഷൻ തന്നെ ഈ ഒരു തസ്തികയുടെ സിലബസിൽ കേരള പി എസ് സി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാനേജീരിയൽ ഇക്കണോമിക്സിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന. ആൻഡ് ദ ടോപ്പിക് നെയിം ഇസ് ബിസിനസ് സൈക്കിൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ബിസിനസ് സൈക്കിൾ എന്നുള്ളതാണ്. The business cycle represents the ups and downs of the economy, typically measured by fluctuations in key macroeconomic indicators. അതായത് നമ്മുടെ ഇക്കോണമി നമുക്കറിയാം, ഇക്കോണമി ചില സമയത്ത് എന്താണ് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യും. അപ്പൊ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് അൺഎംപ്ലോയ്മെന്റ് വളരെ കുറവായിരിക്കും, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഇക്കോണമിയിൽ നടക്കും. അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇക്കോണമിയിലെ ഗ്രോത്ത് റേറ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യും, നല്ല രീതിയിൽ നമ്മുടെ ഇക്കോണമിയിൽ പ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ വൺസ് അറ്റൈൻ ചെയ്തു എന്ന് വെച്ചിട്ട് എന്നും അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റണമെന്നില്ല, അല്ലെ? ഇപ്പൊ നമുക്കറിയാം, കോവിഡ് മുന്നേ ഉള്ള ഒരു ഇന്ത്യയുടെ ഇക്കോണമി വാസ് നോട്ട് ലൈക്ക് വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് കോവിഡ്. ഡ്യൂറിങ് കോവിഡിൽ നമുക്ക് എന്താ കാണാൻ പറ്റിയത്? പ്രൊഡക്ഷൻ ഒന്നും നേരെ നടക്കുന്നില്ല, ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തുന്നില്ല, പ്രൊഡക്ഷൻ ഒക്കെ നേരെ കുറഞ്ഞു, നന്നായിട്ട് കുറഞ്ഞു. അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഒരുപാട് ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഗ്രോത്ത് റേറ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിപ്പ് സംഭവിച്ചു, അല്ലെ? അപ്പൊ ഒരു സമയത്ത് ഇക്കോണമി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ഐഡിയ എന്നും അങ്ങനെ തന്നെ ഇക്കോണമിക് ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇക്കോണമി എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇക്കോണമിയുടെ ഗ്രോത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലക്ച്വേഷൻസ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് കാരണം ചില സമയത്ത് എന്ത് ചെയ്യുന്നു? ഇക്കോണമി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നു, ചില സമയത്ത് ഇക്കോണമി നന്നായി ഡൗൺ ആയിരിക്കും അതിന്റെ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ കീ മാക്രോ ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്ന മാറ്റം, ഇതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ബിസിനസ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കീ മാക്രോ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ അൺഎംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റ് സെനാറിയോ. Now we do have something called production. We do have something called investment. ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, എത്രത്തോളം എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അത് എപ്പോഴൊക്കെയാണ് ഒരു എക്സ്പാൻഷണറി ഫേസിൽ കൂടെ പോകുന്നത്, എപ്പോഴൊക്കെയാണ് ഒരു ഡിപ്പിൽ കൂടെ പോകുന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ പഠിക്കുന്നത്. സോ ഇറ്റ്സ് സോ നാച്ചുറൽ ഇൻ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബിസിനസ് സൈക്കിൾ ടു സീ ഫ്ലക്ച്വേഷൻ. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് സൈക്കിൾ നാച്ചുറൽ ആണ്. കാരണം സൈക്കിൾ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്ലക്ച്വേഷൻസ് ആണ്. ഒരിക്കലും ഇക്കോണമി ഒരു സ്റ്റാൻഡ് സ്റ്റിൽ രീതിയിൽ തന്നെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ തന്നെ മൂവ് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് അവിടെ ഒരുപാട് രീതിയിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നു. അപ്പോ മാർക്കറ്റ് ബേസ്ഡ് ഇക്കോണമീസിൽ ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഗ്രോത്ത് ഇൻ ദ സെൻസ് എന്താണ്? ഗ്രോത്ത് റേറ്റ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇക്കോണമി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുകളിലോട്ടായിരിക്കും, ചിലപ്പോൾ താഴോട്ടായിരിക്കും. സോ ഇറ്റ് ഈസ് മേക്കിംഗ് എ വേവ് ലൈക്ക് പാറ്റേൺ. ഒരു വേവ് ലൈക്ക് പാറ്റേൺ ആണ് നമുക്ക് ഇക്കോണമിയുടെ അഗ്രിഗേറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബിസിനസ് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ബിസിനസ് സൈക്കിളില് 4 ഡിഫറെന്റ് സ്റ്റേജസ് ആണ് വരുന്നത്. സോ ഒരു ടിപ്പിക്കൽ ബിസിനസ് സൈക്കിളിന്റെ കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ് സൈക്കിളിൽ 4 സ്റ്റേജസ് ആണുള്ളത്. അപ്പൊ ഈ ഓരോ സ്റ്റേജിനും കുറെ ഫീച്ചേഴ്സും ഉണ്ട്. ഓരോ സ്റ്റേജിനും കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഈ 4 സ്റ്റേജിനെയും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി കാണണം. കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫീച്ചർ നിങ്ങൾക്ക് തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഈ ഒരു ഫീച്ചർ ബിസിനസ് സൈക്കിളിന്റെ ഏത് ഫേസിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് വരുന്നത്. അപ്പൊ സ്റ്റേജിനെ നമുക്ക് വീണ്ടും വേറെ പേരിൽ വിളിക്കാം, ഫേസ്. ഓക്കെ, അപ്പോൾ ബിസിനസ് സൈക്കിൾ ഈസ് ഹാവിങ് 4 main stages or 4 main phases.
ഓക്കെ, ഇത് മെയിൻ ഫേസസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ഇടയിൽ സബ് ഫേസസും വരാം. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇക്കോണമി എക്സ്പാൻഡ് ചെയ്യുന്നു, ഇക്കോണമിയിലെ ആക്ടിവിറ്റിയിലൊക്കെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നു. സോ ഇക്കോണമി ഈസ് ഗോയിങ് ത്രൂ എ പീരീഡ് ഓഫ് എക്സ്പാൻഷൻ. മറ്റേതാണ് പീക്ക്. അപ്പൊ ഈ പീക്കിനെ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കുന്നു ബൂം. ബൂം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിന്റെ മാക്സിമത്തിലാണ്. പ്രൊഡക്ഷന്റെ കാര്യത്തിൽ മാക്സിമത്തിലാണ്, എംപ്ലോയ്മെന്റ് ജനറേഷന്റെ കേസിൽ മാക്സിമത്തിലാണ്. അങ്ങനെ നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമത്തിനൊക്കെയാണ്. ഗ്രോത്ത് റേറ്റിന്റെ കേസിൽ നല്ല ലെവൽ ഓഫ് ഹൈ ഗ്രോത്ത് റേറ്റ് നമ്മൾ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അടുത്താണ് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ലോ ഫേസ് ആണ്. നമ്മുടെ ഇക്കോണമി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വളരുന്നുമില്ല. ഈ വളരുന്നത് തന്നെ എങ്ങനെയായിരിക്കും? ഒരു ഡൗൺവേർഡ് രീതിയിലായിരിക്കും. ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഒക്കെ കുറയുന്നു, പതിയെ പതിയെ ഇക്കോണമി അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സെനാറിയോയിലേക്ക് പോകുന്നു, പ്രൊഡക്ഷന് നല്ല ഡിപ്പ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പതിയെ പതിയെ കുറയുന്നു. അങ്ങനെ ഒരു ഫേസ് ആണ് ഈ കോൺട്രാക്ഷൻ. നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്തതാണ് ട്രഫ്, ഫോർത്ത് സ്റ്റേജ്. അപ്പോൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ഓരോ സ്റ്റേജിനെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. സോ ഫസ്റ്റ് സ്റ്റേജ്, നമ്മൾ ഓരോ സ്റ്റേജിനെ പറ്റിയിട്ടും നമ്മൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഈ ബിസിനസ് സൈക്കിൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് കാണണ്ടേ? അത് അല്ലേ ആദ്യമേ വേണ്ടത്. സോ ലെറ്റ് സീ ഹൗ ബിസിനസ് സൈക്കിൾ ഇസ് ലുക്കിംഗ് ലൈക്ക്. ഇവിടെ നമുക്ക് ഒരു ഗ്രാഫിന്റെ ഫോമില് അല്ലെങ്കിൽ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷന്റെ ഫോമില് നമുക്ക് ബിസിനസ് സൈക്കിളിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ആക്ച്വലി യഥാർത്ഥത്തിൽ ഈ ഇക്കോണമിയുടെ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ തന്നെ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ നമ്മളെല്ലാം കൂടെ ഒന്ന് കംപ്രസ് ചെയ്ത് ഒരു ഹൈപ്പോതെറ്റിക്കൽ ഡെപ്പിക്ഷൻ ഓഫ് ബിസിനസ് സൈക്കിളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ്. സോ ഹിയർ ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ വി ആർ കൺസിഡറിങ് ഹിയർ 2-dimensional സിമ്പിൾ ഗ്രാഫ്. ഒരു സിമ്പിൾ 2-dimensional ഗ്രാഫാണ് എടുക്കുന്നത്. ഇവിടെ ടൈം എടുക്കുന്നു എക്സ് ആക്സിസിൽ ആൻഡ് റിയൽ ജി ഡി പി നമ്മൾ വൈ ആക്സിസിൽ എടുക്കുന്നു. അപ്പൊ എന്താണ് റിയൽ ജി ഡി പി? ജി ഡി പി അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. പ്രൈസ് ചേഞ്ചസിൽ പ്രൈസിൽ എപ്പോഴും മാറ്റം വരും അല്ലെ. ഇന്ന് നമ്മൾ കാണുന്ന കമോഡിറ്റി പ്രൈസസ് അല്ല നാളെ. അപ്പൊ പ്രൈസ് മൂവ്മെന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഈ പ്രൈസ് മൂവ്മെന്റ്സിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത ജി ഡി പി ആണ് എന്ത്? റിയൽ ജി ഡി പി വിച്ച് ഇസ് അഡ്ജസ്റ്റഡ് ഫോർ പ്രൈസസ്. ജി ഡി പി അഡ്ജസ്റ്റഡ് ഫോർ പ്രൈസസ് ആണ് റിയൽ ജി ഡി പി. അപ്പോ നമ്മൾ എക്സ് ആക്സിസിൽ ടൈം എടുക്കുന്നു ആൻഡ് വൈ ആക്സിസിൽ എന്തെടുക്കുന്നു? റിയൽ ജി ഡി പി എടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഒരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുന്നത് മൂവ്മെന്റ് ഓഫ് ആഗ്രിഗേറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി. സോ ഇക്കോണമിയുടെ ആഗ്രിഗേറ്റ് ആക്ടിവിറ്റി, ആഗ്രിഗേറ്റ് ഇക്കണോമിക് ആക്ടിവിറ്റി, ഇതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ ഏതൊരു ഇക്കോണമി എടുത്താലും, ഇപ്പൊ ഇന്ത്യൻ ഇക്കോണമി ആണെങ്കിലും യു എസ് ഇക്കോണമി ആണെങ്കിലും ചൈനീസ് ഇക്കോണമി ആണെങ്കിലും ഏതൊരു ഇക്കോണമി ഒരു സമയത്തെ കേസ് എടുത്താലും നമുക്ക് കാണാൻ പറ്റുക ആ ഒരു ഇക്കോണമി ഇതിൽ നമ്മൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കും. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കും, യു എസ് ഇക്കോണമി ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കും, ചൈനീസ് ഇക്കോണമി ഇതിൽ ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കും, റഷ്യൻ ഇക്കോണമി ഇതിൽ ഏതെങ്കിലും ഒരു ഫേസിലായിരിക്കും. നമ്മൾ ഏതൊരു ഇക്കോണമി എടുത്തിട്ട് ആ ഇക്കോണമിയുടെ സ്റ്റേജ് ഇപ്പൊ എന്താണെന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ പറയുന്ന ഇക്കോണമി. ഓക്കെ, പിന്നെ നമുക്ക് പതിയെ നമ്മുടെ ആക്ച്വൽ ബിസിനസ് സൈക്കിളിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണുന്നുണ്ടല്ലോ, ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ സാധാരണഗതിയിൽ ഉള്ള ഒരു ഇക്കോണമിയുടെ എക്സ്പാൻഷൻ പാത്ത്. സി ദിസ് ഇസ് സംതിങ് നോർമൽ. ഇതൊരു നോർമൽ പാത്താണ്. എന്തുകൊണ്ടാണ് ഇത് നോർമൽ പാത്ത് എന്ന് പറയുന്നത്? ഒരു ഫ്ലക്ച്വേഷനും ഇല്ല, ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിക്കൊണ്ട് തന്നെ പോവാണ്. ദിസ് ഇസ് എ നോർമൽ പാത്ത്. അപ്പോൾ നോർമൽ പാത്തിൽ കൂടെ അല്ല നമ്മുടെ ഇക്കോണമി പോകുന്നത്. അപ്പോൾ കോവിഡ് മുന്നേ ഉണ്ടായിരുന്ന ഇക്കോണമി അല്ല
കോവിഡ് സമയത്തുണ്ടായിരുന്നത് ആൻഡ് കോവിഡിന് ശേഷം നമ്മൾ കണ്ട ഇക്കോണമിയിലും വ്യത്യാസം വരുന്നു അല്ലെ. അപ്പൊ ഓരോ സമയത്തും ഇക്കോണമി ബിഹേവ് ചെയ്യുന്ന രീതി ഇറ്റ്സ് ആക്ച്വലി ഡിഫറെന്റ്. നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ആക്ച്വൽ പാത്ത് വേ ഓഫ് ദി ഇക്കോണമി. യഥാർത്ഥത്തിൽ ഇക്കോണമി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ബിഹേവിങ് ഇൻ സം സൈക്ലിക്കൽ ഫാഷൻ. എന്തോ ഒരു പാറ്റേണിലായിരിക്കും ഇക്കോണമി ബിഹേവ് ചെയ്യുന്നത്. ഈ പാറ്റേണിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് ആദ്യമേ ബിസിനസ് സൈക്കിളിന്റെ സ്റ്റേജസ്, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് പീക്ക്. പീക്കിനെ നമ്മൾ വേറൊരു പേരിൽ വിളിക്കും ബൂം. സി, പീക്കിൽ ഓരോ ബിസിനസ് സൈക്കിളിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആണ് ഈ പീക്ക് അല്ലെങ്കിൽ ബൂം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? ഇക്കോണമിയുടെ മാക്സിമം ഗ്രോത്ത് റേറ്റിൽ എത്തി നിൽക്കുകയാണ് ആ ഒരു സമയം. മാക്സിമം ഇൻ ദ സെൻസ് ആ ഒരു സമയത്തെ മാക്സിമം ഗ്രോത്ത് റേറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ മാക്സിമം ഗ്രോത്ത് റേറ്റിൽ എത്തുമ്പോൾ എന്തൊക്കെയായിരിക്കും അവിടെ മാറ്റങ്ങൾ വരുന്നത്? ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇക്കോണമിയുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യാണ്. ഈ ഇക്കോണമിയുടെ അൺഎംപ്ലോയ്മെന്റ് സെനാറിയോ എന്ന് പറയുമ്പോൾ വളരെ കുറവായിരിക്കും. ഇക്കോണമി ഇങ്ങനെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രൊഡക്ഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യും. ആൻഡ് വാട്ട് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്? ദി കേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വുഡ് ഓൾസോ ഷോ സം കൈൻഡ് ഓഫ് പ്രോഗ്രസ്. സമ്മല്ല, അതിഭയങ്കരമായിട്ടുള്ള പ്രോഗ്രസ് ആയിരിക്കും ഈ പീക്ക് സമയത്ത് വരിക. സോ പീക്ക് സമയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബൂം സമയം എന്ന് പറഞ്ഞാൽ ഇക്കോണമി വുഡ് ബി സോ ഹാപ്പി. നമുക്ക് ഈ ഒരു പീക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ലക്ഷ്യം. ബട്ട് ദാറ്റ് വോണ്ട് ബി പോസിബിൾ. കാരണം എന്താണ്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നമ്മുടെ ഇക്കോണമി എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഗ്ലോബലൈസ്ഡ് രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ. സോ ഇന്ത്യൻ ഇക്കോണമി ഇസ് ഹാവിങ് ടു മച്ച് ഓഫ് ഗ്ലോബൽ കണക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുമുള്ള നേഷൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു നേഷനിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. സി, 2008 US ഇക്കോണമിയിൽ നടന്ന ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇന്ത്യൻ ഇക്കോണമിയെ ബാധിച്ചു. നമ്മുടെ ഈ യുക്രൈൻ റഷ്യ വാർ ഇൻസിഡന്റ് അത് നമ്മുടെ ഇക്കോണമിയെ ബാധിച്ചു, ഇന്ത്യൻ ഇക്കോണമിയെ ബാധിച്ചു. അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് അവിടെ മാത്രം നിൽക്കുന്നില്ല, അതിന്റെ ഇമ്പാക്ട് സ്പ്രെഡ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ ബാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഒരു ക്ലോസ് കണക്ഷൻ ഉണ്ട്. സോ അത് ട്രേഡ് റിലേഷൻ ആവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള റിലേഷൻ ആയിരിക്കാം. സോ ട്രേഡ് റിലേഷനെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ട്രേഡ് റിലേഷൻ ഇറ്റ്സെൽഫ് ഇസ് മേക്കിംഗ് തിങ്സ് കോംപ്ലിക്കേറ്റഡ്. കാര്യങ്ങൾ തകിടം മറിക്കാൻ ഈ ട്രേഡ് റിലേഷൻ മതി. ഡെഫിനറ്റ്ലി ട്രേഡ് റിലേഷൻ വേണം. ട്രേഡ് റിലേഷൻ ഉണ്ടെങ്കിൽ ഈ നേഷൻസ് തമ്മിലുള്ള ഒരു കോണ്ടാക്ട് അതേപോലെ തന്നെ ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരുള്ളൂ. ഈ നേഷൻസ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മുടെ ഗ്ലോബൽ പ്രോബ്ലംസ് ലൈക്ക് ക്ലൈമാറ്റിക് ചേഞ്ച് പോലുള്ള ഗ്ലോബൽ പ്രോബ്ലംസിനെതിരെ നിൽക്കത്തുള്ളൂ. സോ വി നീഡ് സച്ച് കൈൻഡ് ഓഫ് സ്ട്രോങ് റിലേഷൻ. പക്ഷേ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും പ്രശ്നം എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെയും ബാധിക്കും. അപ്പോൾ ഈ പീക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൂം പീരീഡ് നമുക്ക് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. കുറെ കഴിയപ്പോഴേക്കും നമ്മുടെ ഇക്കോണമി എന്ത് ചെയ്യുന്നു, ഈ മാക്സിമത്തിൽ നിന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. സോ പീക്ക് വുഡ് ബി ദ മാക്സിമം പോയിന്റ്, ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഇൻ ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിലെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആണ് എന്ത്, ബൂം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീക്ക്. അപ്പോൾ ഈ പീക്കിൽ നിന്നും നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. സോ ഈ പീക്കിൽ നിന്നും നമ്മൾ താഴേക്ക് മൂവ് ചെയ്യാണ്, താഴേക്ക് മൂവ് ചെയ്തു. സോ നമ്മളെ നോർമൽ ഗ്രോത്ത് റേറ്റിന്റെ പാത്തൊക്കെ കടന്ന് നമ്മൾ താഴേക്ക് വരാണ്. സോ ഈ ഒരു ഫേസ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഫേസിനാണ് നമ്മൾ കോൺട്രാക്ഷൻ എന്ന് വിളിക്കും. കോൺട്രാക്ഷൻ. അപ്പൊ ഈ ഒരു കോൺട്രാക്ഷനിലാണ് നമുക്ക് റെസഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. റെസഷൻ എന്ന് വെച്ചാൽ എന്താണ്, ആൾക്കാരുടെ ജോലി പോകുന്നു, പ്രൊഡക്ഷൻ കുറയുന്നു, പിന്നെന്താണ് ഇൻവെസ്റ്റ്മെന്റ് അവിടെ കുറയുന്നു, അങ്ങനെ പല പല കാര്യങ്ങളുടെ ഒരു സെനാറിയോ. ഇക്കോണമിയുടെ എക്സ്പാൻഷൻ അവിടെ നടക്കുന്നില്ല, ഇക്കോണമി താഴോട്ട് നീങ്ങാനായിട്ട് തുടങ്ങും. സോ ഈ താഴോട്ട് നീങ്ങുന്ന ഈ ഒരു പ്രവണത ഇറ്റ് മൈറ്റ് ബി സംടൈംസ് റീച്ചിങ് ദ ലോവർ മോസ്റ്റ് പോയിന്റ്. അതിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നത്. സോ ലോവർ മോസ്റ്റ് പോയിന്റ് ഓഫ് ബിസിനസ് സൈക്കിളിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ട്രഫ് എന്ന് വിളിക്കും.
സോ ഇവിടെയാണ് നമുക്ക് ഡിപ്രഷൻ പോലെയുള്ള അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഡിപ്രഷൻ പോലെയുള്ള അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ ലോകത്തിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1930s നമ്മുടെ ലോകം ഒരു ഡിപ്രഷൻ സെനാറിയോ കൂടെയൊക്കെ കടന്നുപോയി. അപ്പോൾ ഈ ഡിപ്രഷൻ നമ്മൾ എത്തിയെന്ന് വെച്ചാൽ നമ്മൾ എന്നും ഈ ഡിപ്രഷനിൽ തന്നെ നിൽക്കുമോ? ഇല്ല, നമുക്ക് ഇഷ്ടമല്ല. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ജോലിയൊക്കെ നഷ്ടപ്പെടാണ്, മാക്സിമം ആൾക്കാർ അൺഎംപ്ലോയിഡ് ആയിട്ട് മാറുകയാണ്, പ്രൊഡക്ഷൻ ഒന്നും നമുക്ക് വേണ്ട രീതിയിൽ നടക്കുന്നില്ല, എംപ്ലോയ്മെന്റ് ജനറേഷൻ വേണ്ട രീതിയിൽ നടക്കുന്നില്ല, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടക്കുന്നില്ല, ആൾക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൂടി അവർ ഇൻവെസ്റ്റ് ചെയ്യില്ല. കാര്യം എന്താണ്? ആൾക്കാർ വിചാരിക്കും ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്താൽ അത് ലോസിൽ കലാശിക്കും, ലോസ് ഉണ്ടാക്കും, അവർക്ക് ലോസ് കൊടുക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. സോ ലോസ് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും? ഇല്ല അല്ലെ? നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, ഇപ്പോ ഒരു ഫാക്ടറി തുടങ്ങാമെന്നിങ്ങനെ പ്രതീക്ഷിക്കുകയാണ്, എന്നിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു റെസഷൻ വന്നത്, ആ റെസഷൻ പതിയെ ഡിപ്രഷനിലേക്ക് പോയി കൊണ്ടെത്തിക്കുന്നു. എന്നാൽ വാട്ട് വിൽ യു ഡു? നിങ്ങൾ വിചാരിക്കും ഓക്കെ റെസഷൻ ആയിരുന്നു ആദ്യം, ഇപ്പൊ അത് ഡിപ്രഷൻ ആയി, ഇനിയും ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് വിൽ മേക്ക് എ ബിഗ് ലോസ് അല്ലെ? സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ലോസ്, ഐ വാണ്ട് സംതിങ് കോൾഡ് പ്രോഫിറ്റ്. എനിക്ക് പ്രോഫിറ്റ് മതി, എനിക്ക് ലോസ് വേണ്ട. ബിക്കോസ് പീപ്പിൾ ആർ റാഷണൽ. നമ്മൾ ഇക്കണോമിക്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പീപ്പിൾ ആർ റാഷണൽ. അത് കൺസ്യൂമേഴ്സ് റാഷണൽ ആണ്, പ്രൊഡ്യൂസേഴ്സ് റാഷണൽ ആണ്. അപ്പൊ ഇവരെടുക്കുന്ന ഡിസിഷൻസ് എല്ലാം തന്നെ ഭയങ്കര സെൻസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കും. ഇനി അടുത്ത ഫേസ് ആണ് ഈ ഡിപ്രഷനിൽ എന്ന് നിൽക്കുന്നില്ല, ഗവൺമെന്റ് പോളിസീസ് ഒക്കെ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്ത് അടുത്ത പീക്കിലോട്ട് എത്താനുള്ള ശ്രമം നടത്തും. പതിയെ അടുത്ത പീക്കിലെത്തും. ആൻഡ് ദാറ്റ് വിൽ ഹാപ്പൻ. സോ ഈ ഒരു ഡിപ്രഷനിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറുന്ന ആ ഒരു ഫേസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ മൂവ് ചെയ്ത് നമ്മുടെ ഇക്കോണമി മൂവ് ചെയ്ത് നോർമൽ ഗ്രോത്ത് റേറ്റ് പാത്തൊക്കെ കഴിഞ്ഞ് പോകുന്ന ആ ഒരു ഫേസ്, ഇവിടെ നമുക്ക് എക്സ്പാൻഷൻ എന്ന് വിളിക്കും. സോ വാട്ട് ഇസ് എക്സ്പാൻഷൻ? എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ ഫേസ് ഓഫ് റിക്കവറി. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളൊരു പ്രോബ്ലത്തിലായിരുന്നു, ഈ പ്രോബ്ലത്തിൽ നിന്നും നമ്മൾ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ലെവൽ പോളിസീസ് വരും, നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെതായിട്ടുള്ള പോളിസി മെഷേഴ്സ് എടുക്കും. അങ്ങനെ പതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിക്കവറി ഫേസിലോട്ട് പോകും. അപ്പൊ നമ്മൾ ഓരോ ഫേസിനെയും നമ്മൾ പതിയെ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ്. സോ ഫസ്റ്റ് ഫേസ് നമുക്ക് എക്സ്പാൻഷൻ ഫേസ്, റിക്കവറി ഫേസ് എന്താണെന്ന് പറയാം, കാരണം നമ്മൾ അവിടെയല്ലേ നിർത്തിയത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദെയർ. സോ ഇറ്റ്സ് എ പീരീഡ് ഓഫ് ജനറൽ ഇക്കണോമിക് ഗ്രോത്ത്. ഇക്കണോമിക് ഗ്രോത്തിന്റെ ഒരു ഫേസ് ആണ്. കാരണം എന്താണ്? നമ്മൾ ഇത്രയും നാള് ക്രൈസിസിലായിരുന്നു, ഇപ്പൊ ഈ ക്രൈസിസിൽ നിന്ന് നമ്മൾ ഉയരാനായിട്ട് ശ്രമിക്കുകയാണ്. സോ ഇറ്റ്സ് എ സ്റ്റെപ്പ് ടു ഗ്രോ ഫ്രം ക്രൈസിസ്. സ്റ്റെപ്പ് ടേക്കൺ ടു ഗ്രോ ഫ്രം ക്രൈസിസിൽ നിന്നും അതായത് വളരാൻ തുടങ്ങുന്ന ആ ഒരു ഫേസ് ആണ്. അപ്പൊ GDP പതിയെ കൂടുന്നു, അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, പക്ഷെ അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നു? ആ റേറ്റ് കുറയുന്നു. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ടോൾഡ് ആസ് ലോ അൺഎംപ്ലോയ്മെന്റ്. ഇൻക്രീസിങ് കൺസ്യൂമർ ഡിമാൻഡ്, ആൾക്കാർ പതിയെ ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും, സാധനം ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്തുകൊണ്ടാണ്? കാരണം അൺഎംപ്ലോയ്മെന്റ് ലോ ആയി അല്ലെ? അപ്പൊ എവിടേക്കോ എംപ്ലോയ്മെന്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എവിടേക്കോ ഇൻകവും വന്നിട്ടുണ്ട്. അപ്പോ എന്ത് സംഭവിക്കും? ആൾക്കാരുടെ ഡിമാൻഡ് കൂടും. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പെൻഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് വി വിൽ ബി ഡൂയിങ് എക്സ്പെൻഡിച്ചർ. നമ്മൾ എക്സ്പെൻഡിച്ചർ നടത്തുന്നു. അങ്ങനെ നമ്മൾ എക്സ്പെൻഡിച്ചർ ബിഹേവിയർ എക്സ്പെൻഡിച്ചർ ബിഹേവിയറിൽ ഇൻവോൾവ് ആവുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ നമുക്ക് വീണ്ടും ഡിമാൻഡ് വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ വിചാരിക്കും ഓക്കെ ഇനിയും നമുക്ക് സാധനം കിട്ടിയാൽ വാങ്ങിക്കാം. കാരണം എന്താ? നമ്മുടെ പൈസ ഉണ്ട്, എംപ്ലോയ്മെന്റ് കൂടുന്നുണ്ട്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സുകാരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരും വിചാരിക്കും ഓക്കെ ഇറ്റ്സ് ബെറ്റർ ടു ഇൻവെസ്റ്റ് നൗ. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യും. ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യും. ആൻഡ് ഗ്രാജുവലി അവർക്ക് പ്രോഫിറ്റും കിട്ടാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു സെനാറിയോ ആണ് നമ്മൾ എക്സ്പാൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റിക്കവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത പീരീഡിന്റെ കേസ് എടുക്കാം, പീക്ക് അല്ലെങ്കിൽ ബൂം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് എ മാക്സിമം പോയിന്റ് അല്ലെ? ഇക്കോണമിയുടെ അഗ്രിഗേറ്റ് ഇക്കോണമിക് ആക്ടിവിറ്റിയിൽ
നമ്മൾ ഏതെങ്കിലും ഒരു സെനാറിയോ എടുക്കുമ്പോൾ അവിടുത്തെ മാക്സിമം ഗ്രോത്ത് പോയിന്റ് ആണ് ഇത്. അപ്പം അഗ്രിഗേറ്റ് ഇക്കോണമിക് ആക്ടിവിറ്റിയുടെ ഹയസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ജി ഡി പി മാക്സിമം ആവും, റിയൽ ജി ഡി പി മാക്സിമം ആവും. ഈവൻ ഇഫ് നമ്മൾ ജി ഡി പി നമ്മുടെ പ്രൈസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിയൽ ജി ഡി പി ആണ് എടുക്കുന്നത് എന്നാൽ പോലും ആ ഒരു ജി ഡി പി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് എംപ്ലോയ്മെന്റ്? എംപ്ലോയ്മെന്റ് വുഡ് ബി സംതിങ് നിയർ ടു ദ ഫുൾ എംപ്ലോയ്മെന്റ് സെനാറിയോ. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് സെനാറിയോയുടെ അടുത്ത് തന്നെ വരും നമ്മുടെ എക്സിസ്റ്റിംഗ് എംപ്ലോയ്മെന്റ് സെനാറിയോ. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ലേബർ റിസോഴ്സിനെ എല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളൊരു കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് ലേബറിനെ മാത്രം വെച്ച് ഫോക്കസ് ചെയ്യേണ്ട, നമ്മുടെ ഇക്കോണമിയിലുള്ള മറ്റ് റിസോഴ്സസിനെയും ബേസിസിൽ നമുക്കിത് പറയാം. അപ്പോൾ ഇക്കോണമിയിലുള്ള എല്ലാ റിസോഴ്സസിനെയും ഏകദേശം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. സോ ഇറ്റ് ഇസ് നിയർ ഫുൾ എംപ്ലോയ്മെന്റ്, ഏകദേശം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരവസ്ഥ. ഓക്കെ, സോ ഇക്കോണമിയുടെ ഒരു മാക്സിമം കപ്പാസിറ്റി നമ്മൾ എത്തും, നമ്മുടെ കഴിവുകൾ കംപ്ലീറ്റ് നമുക്ക് പുറത്തെടുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരം ഈ ബൂം പീരീഡിൽ അല്ലെങ്കിൽ ഒരു പീക്ക് പീരീഡിൽ നമുക്കുണ്ട്. സോ ഈ ഒരു പീക്ക് വി കാണ്ട് ആക്ച്വലി മെയിൻറ്റെയിൻ ദിസ് പീക്ക് പീരീഡ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ. കുറച്ച് കഴിയുമ്പോഴേ എന്ത് സംഭവിക്കും, there would be a turning point where growth would be stopping and then we will be taking the reverse path. അല്ലെ, ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഗ്രോത്ത് പാറ്റേൺ ഒരു റിവേഴ്സ് പാത്ത് എടുക്കാനായിട്ട് തുടങ്ങും. തിരിച്ചു പോകുന്ന ഒരു ട്രെൻഡ് വരും. ഈ നമ്മൾ ഇങ്ങനെ മാക്സിമം ഒരു ഗ്രോത്ത് വന്നാൽ അത് എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഒരുപാട് ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഇക്കോണമിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം ഈ ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് താഴോട്ട് പോകേണ്ട അവസ്ഥ വരും, അല്ലെ. സോ വിച്ച് വുഡ് ബി കോൺട്രാക്ഷൻ ഓർ റെസഷൻ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇക്കോണമിയുടെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും, അല്ലെ. ഇക്കോണമിയുടെ ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത് 2008 റെസഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 2008 നമ്മുടെ US ഇക്കോണമിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രശ്നമാണിത്. US ഇക്കോണമിയുടെ ബാങ്കിങ് സെക്ടറിൽ നടത്തിയ ഒരു സബ്പ്രൈം ലെൻഡിങ് റിലേറ്റഡ് കോൺസെപ്റ്റും ഈ ഒരു 2008 റെസഷനുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. കാരണം അന്ന് നമ്മുടെ US ഇക്കോണമിയുടെ ബാങ്കിങ് സെക്ടർ നടത്തിയ ഒരു പ്രോബ്ലമാറ്റിക് ലെൻഡിങ് സെനാറിയോ ആണ് ഈ 2008 റെസഷനിലേക്ക് നമ്മളെ നയിച്ചത്. ഓക്കെ, അപ്പൊ ഈ 2008 റെസഷൻ തുടങ്ങിയത് US ഇക്കോണമിയിലാണെങ്കിലും പിന്നീട് അതൊരു ഗ്ലോബൽ റെസഷൻ ആയിട്ട് മാറി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2008 റെസഷനെ വിളിക്കുന്ന പേരെന്താണ്, 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഇപ്പൊ എന്താ സംഭവിച്ചത്, US പല ബാങ്കുകളും തകർന്നു. ഫോർ എക്സാമ്പിൾ ലെഹ്മാൻ ബ്രദേഴ്സ് പോലുള്ള ബാങ്കുകളൊക്കെ നല്ല രീതിയിൽ ഈ ഒരു പെർട്ടിക്കുലർ ക്രൈസിസ് നെഗറ്റീവായിട്ട് ബാധിച്ചു. പല ബാങ്കുകളും എന്നേക്കുമായിട്ട് ആ ഒരു സെക്ടറിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്തത്ര രീതിയിലുള്ള ലോസ് ആയിരുന്നു പല ബാങ്കുകളെയും ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് നയിച്ചത്. ആൻഡ് അപ്പോൾ നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഡെപ്പോസിറ്റ് ഉള്ള ബാങ്കുകൾക്ക് ഒരു തകർച്ച വന്നാൽ വാട്ട് വിൽ ഹാപ്പൻ ടു അസ്, അത് നമ്മളെയും ഓട്ടോമാറ്റിക്കലി ബാധിക്കും. ഇതുപോലെയാണ് US സംഭവിച്ചത്. US ഈ തകർന്നടിഞ്ഞ ബാങ്കുകളിൽ പലതിലും അക്കൗണ്ട്സ് ഉണ്ടായിരുന്ന ബിസിനസ്മാന്റെ പ്രോഫിറ്റിനെയും ഇത് ബാധിച്ചു. സോ ഇത് അവരുടെ ഫാക്ടറിയിലെ പ്രൊഡക്ഷനെയും നെഗറ്റീവായിട്ട് ബാധിച്ചു. ഇത് കാരണം അവിടുത്തെ US എംപ്ലോയ്മെന്റ് ജനറേഷനെ ബാധിച്ചു. കാരണം എന്താണ്, പല ഫാക്ടറീസും അടച്ചുപൂട്ടേണ്ടി വന്നു. അപ്പോൾ പല ആൾക്കാർക്കും ജോലി നഷ്ടപ്പെട്ടു. US പ്രൊഡക്ഷനെ ബാധിച്ചു. US അന്ന് വരെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. കാരണം പല ഫാക്ടറീസും അടച്ചു പോയല്ലോ, പിന്നെ എങ്ങനെയാ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഇമ്പോർട്ടും കുറയ്ക്കേണ്ട ഒരു അവസ്ഥ US വന്നു. അങ്ങനെ വന്നപ്പോൾ US ഓൺ പ്രൊഡക്ഷൻ കുറഞ്ഞു. അത് കാരണം US എക്സ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന പല പ്രോഡക്ട്സും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, US എവിടെ നിന്നൊക്കെയാണോ ഇമ്പോർട്ട് ചെയ്തിരുന്നത് ആ രാജ്യങ്ങളുടെ എല്ലാം ഇൻകത്തിനെ ഈ ഒരു റെസഷൻ ബാധിച്ചു. US എങ്ങോട്ടൊക്കെയാണോ എക്സ്പോർട്ട് ചെയ്തിരുന്നത്
അവരുടെ എല്ലാം തന്നെ ഒരു പ്രൊഡക്ഷനെ ബാധിച്ചു. കാര്യം എന്താ, ഈ USA പല സ്ഥലത്തേക്കും ഉള്ള റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റോ മെറ്റീരിയൽസ് പല രാജ്യങ്ങളിലും വന്നിട്ട് വേണം അതത് രാജ്യങ്ങൾക്ക് അവരുടെ കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ ആൾക്കാർക്ക് കൊടുക്കാനും അതേപോലെ തന്നെ അവർക്ക് വേറെ എക്സ്പോർട്ട് ചെയ്യാനും. അപ്പൊ ഇതൊന്നും തന്നെ സമയാസമയം നടക്കാതെ വന്നു. അങ്ങനെ പല രാജ്യങ്ങളിലെയും എംപ്ലോയ്മെന്റ് കോണ്ടെക്സ്റ്റിനെ ഇത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. പ്രൊഡക്ഷൻ കോണ്ടെക്സ്റ്റിനെയും ഇൻവെസ്റ്റ്മെന്റ് കോണ്ടെക്സ്റ്റിനെയും ഒക്കെ തന്നെ ഇത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു. അതിങ്ങനെ ഒരു പ്രൊലോങ്ഡ് എഫക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. സോ GDP കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു, അൺഎംപ്ലോയ്മെന്റ് കുത്തനെ ഉയർന്നുകൊണ്ടേയിരുന്നു. സോ കൺസ്യൂമർ സ്പെൻഡിങ്ങിന് എന്ത് സംഭവിച്ചു, ഇവിടെ നല്ലൊരു ഡിപ്പ് വന്നു. കാരണം ആൾക്കാർക്ക് പൈസ ഇല്ല, ദേ വെർ ഹാവിങ് ലെസ് ഇൻകം വിത്ത് ദം, വെരി ലോ ഇൻകം ആയിരുന്നു. ഒരു ലോ ഇൻകം സ്റ്റാറ്റസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആൻഡ് വാട്ട് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രോഫിറ്റ്, ഇൻവെസ്റ്റ്മെന്റും പ്രോഫിറ്റും ഒക്കെ തന്നെ കുറഞ്ഞു. ഓക്കെ, അതായിരുന്നു റെസഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു പീരീഡ് ആണ് ട്രഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു 1930s നമ്മുടെ ലോകത്തിനെ ബാധിച്ച ഒരു ക്രൈസിസ് ആയിരുന്നു ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ, സോ ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള ഒരു റെസഷനെയാണ് നമുക്ക് ഈ ഡിപ്രഷൻ എന്ന് വിളിക്കാൻ പറ്റുക. വിച്ച് വുഡ് ബി ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദ ഇക്കണോമിക് ഡിക്ലൈൻ്റെ ഏറ്റവും ഒരു ലോ പോയിന്റിൽ വന്ന ഒരു അവസ്ഥയാണ്. ഇക്കണോമിക് ഡിക്ലൈൻ അത്രമാത്രം സംഭവിച്ച ഒരു ഇക്കോണമിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ GDPക്ക് വളരെ മിനിമം ആയിരിക്കും. അപ്പോൾ എത്ര സ്ട്രഗിൾ ചെയ്താലും ഒരു പരിധി കൂടുതൽ അവർക്ക് GDP ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് വാട്ട് അബൌട്ട് അൺഎംപ്ലോയ്മെന്റ് അഗൈൻ വുഡ് ബി ഓൾമോസ്റ്റ് ദ മാക്സിമം കൈൻഡ് ഓഫ് തിങ് ആൻഡ് ഡിമാൻഡ് വുഡ് ബി വെരി വെരി ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് മിക്കവാറും നില്ലായിരിക്കും. പ്രൈവറ്റുകാർ ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. ഇറ്റ് വുഡ് ബി വെരി മിനിമം. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സൈഡിൽ നിന്ന് മാത്രമായിരിക്കും. ഒരിക്കലും പ്രൈവറ്റ് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് നടത്തില്ല. എന്തുകൊണ്ടാണ്? അവരുടെ സ്വന്തം പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ എന്തോ ഉള്ളൂ. ഒരിക്കലും നമ്മൾ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയിട്ട് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റൻഷൻ വുഡ് ബി അവർ പ്രോഫിറ്റ്. നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കറിയാം, നമ്മൾ ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്നു, അത് ഇക്കോണമിയിൽ ആൾക്കാർക്ക് കൊടുക്കുന്നു, സൊസൈറ്റിക്ക് വേണ്ട നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് എബോവ് ഓൾ അവർ ഇന്റൻഷൻ വിൽ ബി അവർ പ്രോഫിറ്റ്. ഇതെല്ലാം കൂടെ വിറ്റിട്ട് എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ? അപ്പോ ഇങ്ങനെ ചിന്തിക്കുന്ന റാഷണൽ ആയിട്ടുള്ള സെൻസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി, സെൻസിബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ഒരു കാരണവശാലും ഈ ഡിപ്രഷൻ സമയത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പൊ ഇനി എങ്ങാനും ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ ആര് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി ഡൺ ബൈ ഗവൺമെന്റ് ചെയ്യണം. ഗവൺമെന്റിന് കാരണം എന്താണ്? ഗവൺമെന്റിന്റെ ഇന്റൻഷൻ പ്രോഫിറ്റ് അല്ലല്ലോ. ഗവൺമെന്റിന്റെ ഇന്റൻഷൻ നമ്മുടെ എല്ലാവരുടെയും വെൽഫെയർ ആണ്. സോ ഗവൺമെന്റ് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. സോ ഇങ്ങനെ ഒരു പീരീഡ് ആണ് എന്ത്? ഡിപ്രഷൻ അല്ലെങ്കിൽ ട്രഫ് പീരീഡ്. അപ്പോ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? വി ഹാവ് ലേൺ സംതിങ് കോൾഡ് ബിസിനസ് സൈക്കിൾ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇക്കോണമിയുടെ ഇൻഹെറന്റ് സ്റ്റെബിലിറ്റി കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ഇക്കോണമി എന്ത് ചെയ്തു? ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലക്ച്വേഷൻസ് ആർ വെരി വെരി കോമൺ, അല്ലെ? അപ്പോൾ ഇക്കോണമി ഇങ്ങനെ ഡൈനാമിക് നേച്ചറിൽ ആണ് ഉള്ളത്. ഡൈനാമിക് നേച്ചർ എന്ന് പറയുമ്പോൾ, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ തന്നെ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇക്കോണമി ഈസ് ഓൾവേസ് ചേഞ്ചിങ്. ഇന്ന് കാണുന്ന ഇക്കോണമി അല്ല നാളെ ഉള്ളത്. Understanding such a phase is very very important for our policy makers. So ഇപ്പോൾ നമ്മുടെ ഇക്കോണമി ഏത് ഫേസിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മുടെ പോളിസി മേക്കേഴ്സ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു ഐഡിയയും കൂടെ നമ്മുടെ പോളിസി മേക്കേഴ്സ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമുക്ക് എന്താ വേണ്ടത്? പോളിസി എടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇക്കോണമി ഒരു സ്റ്റെബിലിറ്റി കൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. അഗൈൻ സ്റ്റെബിലിറ്റി കൂടെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, എന്നാൽ പോലും ഇക്കോണമി എപ്പോഴും സ്റ്റേബിൾ ഗ്രോത്ത് പാത്തിലല്ല. കാര്യം എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇക്കോണമി എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചേഞ്ചിങ് സെനാറിയോ ആണ്. അപ്പോൾ ഇത് ഈ ഒരു ബിസിനസ് സൈക്കിളിനെ പറ്റിയിട്ട് ഐഡിയ നമ്മുടെ പോളിസി മേക്കേഴ്സിന് മാത്രം അല്ല വേണ്ടത്, ഈവൻ നമ്മുടെ ബിസിനസ് മാനിനും ബിസിനസ് കാറ്റഗറി ആൾക്കാർക്കും ഇത് വേണം. വൈ ഷുഡ് ബിസിനസ്മെൻ നോ ദിസ്? കാരണം അവര് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ എന്നുള്ള ഒരു ഐഡിയ അവർക്ക് എടുക്കണ്ടേ, എന്നുള്ളൊരു ഡിസിഷൻ അവർക്ക് എടുക്കണ്ടേ. സോ ദേ ഷുഡ് മേക്ക് സം ഇൻഫോം ഡിസിഷൻസ്. നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് നാളെ പ്രോഫിറ്റ് ആയിട്ട് തിരിച്ചു പിടിക്കാൻ പറ്റണം. സോ ദിസ് ഇസ്
ദ ഇന്റൻഷൻ ഓഫ് എവറി ബിസിനസ്മാൻ അല്ലെ. അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഇക്കോണമിയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും നാളെ എന്ത് സംഭവിക്കാം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ എങ്കിലും ഇന്ന് വേണം. സോ ഇന്നത്തെ രീതിയിൽ ഇങ്ങനെ പോയാൽ നാളെ എന്തായിരിക്കാം സംഭവിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വേണം. സോ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് വി ആർ പ്രെഡിക്റ്റിംഗ് എവറിഥിങ് അക്യുറേറ്റ്ലി. നമുക്ക് ഒരിക്കലും എല്ലാ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും 100% ആക്യുറസി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ പ്രെഡിക്റ്റ് ലിറ്റിൽ ബിറ്റ്, പക്ഷെ അവിടെ ഒരു 100% ആക്യുറസി ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഈ ബിസിനസ് സൈക്കിളിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഒരുവിധമെങ്കിലും നമ്മുടെ പോളിസി മേക്കേഴ്സിന് വേണം, ഗവൺമെന്റിന് വേണം, അതുപോലെ തന്നെ ബിസിനസ്മെന്നിന് വേണം, ഇൻവെസ്റ്റേഴ്സിന് വേണം, എല്ലാവർക്കും ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. സോ ദാറ്റ് ഇസ് ഇറ്റ് all for today. Thank you.